ശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ദൈവമക്കൾക്കും, സഹോദരി സഹോദരങ്ങൾക്കും, ദൈവ കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ രാത്രിയിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖവരിയായിട്ട് പറഞ്ഞ് യാതൊന്നും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗത്തിൽ മെസ്സേജിലേക്ക് കടക്കുകയും വളരെ വേഗത്തിൽ തന്നെ മെസ്സേജ് പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ആരെയും മുഷിപ്പിക്കാതിരിക്കുന്നതാണല്ലോ ഭംഗിയുള്ള കാര്യം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കി പത്രോസ് 5:7 ഒരു ദൈവവചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഒന്നുകൂടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും യഹോവയുടെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ദൈവജനമേ, നാം ഓർക്കുക, മനുഷ്യരായി പിറന്ന നമുക്ക് ചിന്തകളും ആകുലങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി ഒന്ന് മാറി നമ്മുടെ ജീവിതത്തെ തരണം ചെയ്യുമ്പോൾ നാം ഭയപ്പെടരുത്. അതുകൊണ്ട് മനുഷ്യനായി പിറന്ന് നമുക്ക് ഭയമുണ്ട്, ഭാരമുണ്ടെന്ന് ദൈവം മുന്നവേ കണ്ടിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഭാരം നിങ്ങൾക്കായി ഞാൻ കരുതും, നിങ്ങളുടെ സകല ചിന്താകുലവും നിങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുവീരെന്ന് യഹോവയായി ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഈ സമയത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഇതിനെ ആധാരമാക്കി ഞാൻ പറയാനിരിക്കുന്നത് അബ്രഹാമിന്റെ ചരിത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ചരിത്രത്തെ പറയുന്നത് തേരേഹിന്റെ കുടുംബത്തിലാണ് അബ്രഹാം ജനിച്ചത്. അബ്രഹാം ജനിക്കുമ്പോൾ തേരേഹ് ഒരു വിഗ്രഹ ആരാധനയുള്ള മനുഷ്യനായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അത് വിറ്റ് ചെലവഴിച്ച് തൻ്റെ കുടുംബത്തെ പോറ്റുന്ന ഒരു ഉപജീവന മാർഗമായിരുന്നു അബ്രഹാമിൻ്റെത്. ആരാധനയ്ക്ക് യോഗ്യതയില്ലാതെ വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമേ എന്ന് വിളിച്ചുകൊണ്ട് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ച് ഹല്ലേലൂയ കനാൻ ദേശത്തേക്ക് എത്തിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഒന്ന് ഓർക്കുക. ഹല്ലേലൂയ. പുറജാതിയിലായിരുന്ന, യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്തു നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവജനമേ ഒന്ന് ഓർത്തു നോക്കുക. ഒരു യോഗ്യതയും അർഹതയും ഇല്ലായിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും അവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അവന്റെ രാജ്യത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം, അവന്റെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം, അവനെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കളെ നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ കുലമഹത്വമോ നമ്മുടെ പ്രതാപങ്ങളോ നമ്മുടെ പണമഹത്വങ്ങളോ ഒന്നുമല്ല നമ്മെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ കൽദയരുടെ പട്ടണത്തിൽ നിന്നും അബ്രഹാമിനെ വിളിച്ച ദൈവം നമ്മയെയും വിളിച്ചിരിക്കുന്നു. ഈ 75-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അബ്രഹാം പുറത്തു വന്ന ശേഷം ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന ശേഷം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നു, മെമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പൊ മെമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ച് കർത്താവ് അവന് പ്രത്യക്ഷനായിട്ട് അവനോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവന് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അബ്രഹാം കൂടാരത്തിന്റെ വെളിയിൽ ഹല്ലേലൂയ അബ്രഹാം മെമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. വെയിൽ ഉറച്ച സമയം അവൻ പുറത്തിരുന്നു. അപ്പൊ വെയിലായ സമയത്ത് അബ്രഹാം കൂടാരത്തിന്റെ പുറത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അവനോട് പറയുന്നു, നിനക്ക് ഒരു മകൻ ജനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മകൻ നിനക്ക് ജനിക്കും എന്ന് അബ്രഹാമിനോട്
ആര് പറയുന്നു? ദൈവം പറയുന്നു. ഈ ദൈവം പറയുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിനക്ക് മകൻ ജനിക്കുമെന്ന് പറയുന്നു. ജനിക്കും. അത് കേട്ട ഉടനെ സാറ ചിരിച്ചു. ദൈവമക്കളെ ഒന്ന് ഓർക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് സാറ മനസ്സിലാക്കാതെ സാറ ചിരിച്ചു, ചിരി പൂണ്ടു. അബ്രഹാമിനോട് പറയാണ്, 1 വർഷം കഴിയുമ്പോൾ നിനക്കൊരു മകൻ ജനിക്കും. പക്ഷേ സാറ ചിരിക്കാൻ കാരണം മാനുഷികമാകുന്ന രീതിയിൽ സാറ ചിരിച്ചു. കാരണം ഇവർ രണ്ടുപേരും വയസ്സ് ചെന്നവരാണ്. പുത്രസമ്പത്തിനുള്ള അവരുടെ ഉൽപ്പത്തിക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അതിനുള്ള ആരോഗ്യ ശേഷികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ വാർദ്ധക്യത്തിലായിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സാറ അവിടെ ഊറിച്ചിരിച്ചത്. ഒന്ന് ഓർക്കുക. ഹല്ലേലൂയ. അപ്പോഴാണ് ദൂതൻ പറയുന്നു, സാറായെ നീ ചിരിക്കുന്നത് എന്ത്? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ ലോകത്തിൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് സകലവും സാധ്യമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഓരോരുത്തരും വിശ്വസിക്കുക. കാരണം 100-ാമത്തെ വയസ്സിലാണ്, 100-ഉം 90-ഉം വയസ്സായിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നിങ്ങൾക്ക് മക്കൾ ജനിക്കും. അങ്ങനെ മാനുഷ്യമാവുന്ന രീതിയിൽ ജനിക്കാനുള്ള യാതൊരു കാര്യമില്ല. സാറ പറയുവാണ്, ഹല്ലേലൂയ, കർത്താവേ, സാറ പറയുന്നു, ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല, ഞങ്ങൾ 2 പേരും വയസ്സ് എന്നവരാകുന്നു. ദൈവം പറയുന്നു, 18-10 പറയുന്നു, ദൈവം അബ്രഹാമിനോട് നിനക്ക് മകൻ ജനിക്കും. അങ്ങനെ അവിടെ വെച്ച് ദൈവം പറഞ്ഞ വാക്ക്, അപ്പൊ സാറ ചിരിച്ചുവെങ്കിലും, സാറ അത് പറഞ്ഞുവെങ്കിലും, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ൽ വാക്യം പറയുന്നു, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വയമേ അറിഞ്ഞിരിക്കയാൽ ദൈവത്തിന് മനുഷ്യന്റെ സാക്ഷി ആവശ്യമില്ല. സാറായുടെ മനസ്സിൽ തോന്നിയത് ദൈവം അത് മുന്നവേ കണ്ടിരിക്കുകയാണ്. ദൈവം അത് മുന്നവേ കണ്ടിട്ടാണ് സാറായോട് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്നും നമുക്ക് കാണാം 22-ന്റെ 1-ൽ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 1-ല് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അപ്പോൾ ദൈവം നിന്റെ മകനെ, ഹല്ലേലൂയ, 22-1. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ച് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തെ ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ യാഗം കഴിക്കണം. തന്റെ ഏകജാതനായ, തനിക്ക് 100-ാമത്തെ വയസ്സിലും സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ ജനിച്ചിരിക്കുന്ന തന്റെ പ്രിയപുത്രനെ യാഗം കഴിപ്പാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം ഒരു മടിയും കൂടാതെ അബ്രഹാം ആ വാക്കിന് കീഴ്പ്പെടുന്നു. ദൈവമക്കളെ, അപ്പോൾ അവന്റെ പേർ വരെ ചൊല്ലിയാണ്. കാരണം നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ, അതായത് ഇസഹാക്കിനെ തന്നെ നീ എനിക്ക് യാഗം കഴിക്കണം. അത് ഞാൻ നിന്നോട് പറയുന്ന മലയിലേക്ക് നീ പോകണം. അതായത് മോറിയ ദേശത്ത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ നീ പോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കണം, നിന്റെ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് അയക്കുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ഒന്ന് ഓർക്കണം, ദൈവത്തിന്റെ വാക്ക് അബ്രഹാം ചെയ്യുവാൻ തയ്യാറായി. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സാറായോട് പറഞ്ഞിട്ടുമില്ല, സാറായിക്ക് ഇത് അറിയത്തുമില്ല. അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ സാറായിക്ക് അറിയത്തില്ലെങ്കിലും, ഹല്ലേലൂയ, അബ്രഹാം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവൻ മോറിയ മലയിലേക്ക് പോകാൻ തയ്യാറായി. ഹല്ലേലൂയ. തന്റെ മകനെ കൂട്ടിക്കൊണ്ട് നോക്കിക്കോ, മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കഴിപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗം കഴിപ്പിക്കണം. യാഗം കഴിക്കാനാണ് പോകുന്നത്. യാഗം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഹോമയാഗമുണ്ട്, പാപയാഗമുണ്ട്, അകത്യയാഗമുണ്ട്. അങ്ങനെ യാഗങ്ങൾ പലതുണ്ടെങ്കിലും നിന്റെ മകനാകുന്ന നിന്റെ മകനെ നീ എനിക്ക് ഹോമയാഗം കഴിക്കണം.
ഈ ഹോമയാഗം കഴിപ്പാൻ തക്കവണ്ണം അബ്രഹാമിനെ വിളിച്ച ദൈവം കൽപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ തന്റെ ഏകജാതനായ പുത്രനെ കൊണ്ട് മോറിയാമലയുടെ ദേശത്തേക്ക് കടന്നു പോകുന്നു. മോറിയാമലയിലേക്ക്, മോറിയയുടെ മലയിൽ, മോറിയ ദേശത്ത് മോറിയ മലയിലേക്ക് കടന്നു പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറായി. അപ്പോൾ തന്നെ പറയുന്നു, മൂന്നാമത്തെ വാക്യം പറയുന്നു, അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റു. ആരാധന കഴിക്കുവാൻ്റെ മനുഷ്യരാണ്, ആരാധനയ്ക്ക് പോകുന്നവർ, ആരാധനയ്ക്ക് മുഖ്യത്വം കൊടുക്കുന്നവർ അധികാലത്തെ എഴുന്നേറ്റ് തൻ്റെ ബാല്യക്കാരെ വിളിച്ച് ഉണർത്തി, കഴുതയ്ക്ക് കൂപ്പിട്ടു, കീറി അടുക്കി കെട്ടി വെച്ചിരിക്കുന്ന വിറകുകള് എടുത്തു, കത്തിയും തീയും എടുത്തു, തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് അവർ യാഗമർപ്പിപ്പാനായിട്ട് മോറിയ ദേശത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന മലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മോറിയ മലയിലേക്ക് പോകുമ്പോൾ മോറിയ മലയുടെ മൂന്നാമത്തെ ദിവസമാണ് മോറിയ മല വീക്ഷിക്കുന്നത്, മോറിയ മല കാണുന്നത്. അവർ യാത്ര ചെയ്ത് മൂന്നാമത്തെ ദിവസം മോറിയ മല കണ്ടു. മോറിയ മലയുടെ അടുക്കൽ ചെന്നപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളും കഴുതയും ഇവിടെ നിൽക്ക്, നിങ്ങൾക്ക് ഇവിടെ വരേ ഉള്ളൂ, ഞാനും എൻ്റെ മകനും കൂടെ കടന്നുപോയി ആരാധിച്ചു മടങ്ങി വരും. ആരാധനയ്ക്ക് ചിട്ടയുണ്ട്, ആരാധനയ്ക്ക് ചിട്ടപ്രകാരം മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് തോന്നിയ രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധന നടക്കില്ല. ഇത് മഹത്വമായ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ വാക്കും പ്രകാരം ഇറങ്ങിത്തിരിച്ച ദൈവവേദനെ ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം മാത്രം ആരാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിനത് പ്രസാദമായി തീരുകയുള്ളൂ. പുതിയ നിയമത്തിൽ നാം പറയുന്നു, ഹല്ലേലൂയ, ഹോമയാഗങ്ങളിലുമല്ല ഹനനയാഗങ്ങളിലുമല്ല, നിന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ സ്തുതി എന്ന സ്തോത്രം എന്ന യാഗമാണ് ഹല്ലേലൂയ അർപ്പിക്കേണ്ട പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ കാളയോ കഴുതക്കുട്ടിയോ കാളയോ ആട്ടിൻകുട്ടിയോ നമ്മൾ ഹോമയാഗം കഴിക്കും. പക്ഷെ ഇവിടെ നമുക്കതല്ല ആവശ്യം. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞതിന്റെ നിന്റെ മകനാകുന്ന ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ നീ എനിക്ക് മോറിയ മലയുടെ ദേശത്ത് കൊണ്ടുപോയി യാഗമർപ്പിപ്പീൻ. അങ്ങനെ ചെയ്യുന്ന ഹല്ലേലൂയ. അങ്ങനെ അവർ മൂന്നാമത്തെ ദിവസം മോറിയ മലയുടെ അടിവശത്തെത്തിയപ്പോൾ അബ്രഹാം തന്റെ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും എൻ്റെ മകനും കൂടെ പോയി ആരാധന കഴിച്ചു മടങ്ങി വരും. ഹല്ലേലൂയ. ആരാധനയ്ക്ക് പ്രാധാന്യമുള്ള ദൈവമക്കളെ, ആരാധിക്കുന്ന ദൈവജനമേ, ഒന്നോർത്തുകൊള്ളുക, ആരാധന മുഖ്യത്വമാണ്. വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കേണ്ടത് ഹല്ലേലൂയ അതിന് സമയമുണ്ട്, നേരമുണ്ട്, അതിന് ചിട്ടയുണ്ട്, അതിന് യോഗ്യതയൊക്കെ ഉണ്ട്. അല്ല ഏത് രീതിയിൽ നമുക്ക് പോയി ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴെങ്കിലും. ആ പഴയ കാലഘട്ടങ്ങളിലെല്ലാം ആരാധനയ്ക്ക് ചിട്ടപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അബ്രഹാമും മകനും മല കയറുവാൻ, അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന മലയിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനാകുന്ന ഇസഹാക്കിന്റെ തോളിൽ വെച്ചു, ചുമരിൽ വെച്ചു. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ മകന്റെ ചുമരില് ആ വിറവ് കീറിയത് വെച്ചു. വിറവ് കീറി അടുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യാഗം അർപ്പിക്കുന്നവര് അതിൻ്റെതായ ചിട്ടയിലൂടെ മാത്രമേ യാഗം അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ ദൈവത്തിന് അത് പ്രസാദമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ അടുക്കി കീറി കെട്ടിവെച്ചിരിക്കുന്ന വിറവ് മകന്റെ തോളിലും കൊടുത്തു. കത്തിയും തീയും എടുത്ത് ഇവർ രണ്ടുപേരും ഒരുപോലെ നടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ 7-ാമത്തെ വാക്യം, ഉൽപ്പത്തി 22:7. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് വിളിച്ചു. മകൻ അറിയാം യാഗത്തിനുള്ള എല്ലാ വസ്തുക്കളും കയ്യിലുണ്ട്, പക്ഷേ യാഗമൃഗമില്ല. ആ യാഗമൃഗം ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അപ്പ എന്ന് പറഞ്ഞ് അവന്
അബ്രഹാം ചോദിക്കുന്നു, എന്താ മകനെ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ മകൻ പറഞ്ഞു, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഹല്ലേലൂയ. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാപ്പാ? എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഇത് മാത്രം നമ്മുടെ കയ്യിലില്ലല്ലോ, ആട്ടിൻകുട്ടി ഇല്ലല്ലോ. അപ്പോൾ മകനെ എന്ന് അബ്രഹാം പറഞ്ഞ്, അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്ന് ദൈവം കൽപ്പിച്ച സ്ഥലത്തെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കിക്കൊള്ളും. ഇന്ന് വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്നവ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ PR വിഷയമാകട്ടെ, നിന്റെ ശാരീരിക അസ്വസ്ഥതകളാകട്ടെ, നിന്റെ മറ്റുള്ള ഭാരങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ വീടിന്റെ വിഷയമാകട്ടെ, മോർഗേജിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയമായിരുന്നാലും ദൈവം കരുതിക്കൊള്ളും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതും. അബ്രഹാമിനെ കരുതയുടെ പ്രദേശത്ത് വിളിച്ച പോലെ നിന്നെ വിളിച്ച് ഈ സ്ഥാനത്താക്കിയിരിക്കുന്നുവെങ്കിൽ, ഈ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നുവെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണെന്ന് ഇന്ന് രാത്രി നാം ചിന്തിക്കുക. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനൊന്നും അറിയാം, യഹോവ കരുതിക്കൊള്ളും. മോനെ, നീ എന്തിനാടിനെ കുറിച്ച് ഭാരപ്പെടുന്നു? നീ എന്തിനെ ആടിനെ കുറിച്ച് വിചാരപ്പെടുന്നത്? ആട്ടുകുട്ടി എവിടെ? നീ എന്തിനു ചോദിക്കുന്നു? നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ വിഷയത്തിൽ നിന്നും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ എവിടെയെന്ന് അവൻ ചോദിച്ചു. അതിന് ദൈവം, ഹോമയാഗത്തിന് ആട്ടുകുട്ടിയെ നോക്കിക്കൊള്ളുമാനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. രണ്ടുപേരും ഒരുമിച്ച് നടന്നു. അപ്പനും മോനും ഒരുമിച്ച് നടന്നു. യാഗമർപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവർ രണ്ട് വഴിയിലൂടെ അല്ല പോയത്, അവർ ഒരേ വഴിയിലൂടെ. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾ നോക്കുമ്പോൾ യാഗമർപ്പിക്കാൻ പോകുന്നവർ രണ്ട് വഴിയിലൂടെ ആയിരിക്കും. പോകട്ടെ, നമ്മുടെ വിഷയത്തിലുള്ള അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. ആട്ടുകുട്ടിയെ കരുതിക്കൊള്ളും. ദൈവം കൽപ്പിച്ചു, ആ സ്ഥലത്തെത്തി. അപ്പോ ദൈവം മോറിയ ദേശത്ത്, ദൈവം പറഞ്ഞ മലയുടെ അടുത്ത് അപ്പനും മകനും, അതായത് അബ്രഹാമും ഇസഹാക്കും എത്തി. അവിടെ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, യാഗപീഠം പണിയണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം ഹല്ലേലൂയ യാഗപീഠം പണിതു. നമുക്ക് ദിവസത്തിൽ പഴയ നിയമത്തിൽ കാണാം ഏലിയാവിന്റെ യാഗപീഠം. ആ ഏലിയാവിന്റെ യാഗപീഠം ഹല്ലേലൂയ ഏലിയാവ് വ്യവസ്ഥ പ്രകാരം പണിതു. അതുപോലെ തന്നെ അബ്രഹാം ഇവിടെ യാഗപീഠം പണിതു. യാഗപീഠം പണിതതിനു ശേഷം അബ്രഹാം എന്ത് ചെയ്തു? വിറക് അടുക്കി, കീറി കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന വിറക് അബ്രഹാം എന്ത് ചെയ്തു? ബലിപീഠത്തിന്റെ മുമ്പില് അവർ അടുക്കി വെച്ചു. ഹല്ലേലൂയ. അപ്പൊ വിറവ് കീറി അടുക്കി വെച്ചു, യാഗപീഠം പണിതു. എല്ലാം ചെയ്തിട്ട് അബ്രഹാം തന്റെ ഏകജാതനായ മകന്റെ കൈകാലുകൾ കെട്ടി വിറകിന്മേൽ കിടത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ, ഒന്നുകൊണ്ട് ഭാരപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ബലപ്പെടുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണുമെന്ന് കൽപ്പിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനും വിശ്വസ്തനുമാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തുകൊള്ളുക. അങ്ങനെ പിന്നെ അബ്രഹാം അങ്ങനെ കിടത്തിയതിനു ശേഷം തന്റെ മകനെ വിറകിന്മേൽ കിടത്തിയിട്ട് അബ്രഹാം ചെയ്തത്, തന്റെ ഉറയിൽ നിന്നും കത്തിയെടുത്തു. ഹല്ലേലൂയ. ഒരു മടിയും കൂടാതെ തന്റെ ഉറയിൽ കിടന്ന കത്തിയെടുത്ത് തന്റെ മകനെ അറുത്ത് യാഗം കഴിപ്പാനായിട്ട് ഹല്ലേലൂയ ഭാവിക്കുകയാണ്. ഹല്ലേലൂയ.
തന്റെ മകന്റെ കഴുത്തറത്ത് യാഗമർപ്പിപ്പാൻ അബ്രഹാം കത്തി എടുത്തു. ഹല്ലേലൂയ. അങ്ങനെ കത്തി എടുത്ത് ഉടനെ സ്വർഗത്തിൽ, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം തന്റെ മകന്റെ കഴുത്തറത്ത് മാറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉയരത്തിൽ നിന്ന് ദൂതൻ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമേ അബ്രഹാം എന്ന് വിളിച്ചു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഹല്ലേലൂയ. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ മകനെ നീ ദോഷമായിട്ട് ഒന്നും ചെയ്യണ്ട. നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ അവനെ അറക്ക വേണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവജനമേ, ഭയപ്പെടരുത്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നിന്നേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയും. നമ്മൾ ഏത് വിഷയമായിട്ടാണോ ചെല്ലുന്നത്, നമ്മൾ ഹല്ലേലൂയ ആരാധന, നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്തുതിയും സ്തോത്രമെന്ന് യാഗമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തപ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയാവനെന്ന് ഇന്ന് രാത്രി നാം ഓർക്കുക. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവന് ദോഷം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം തലപൊക്കി പിൻപുറത്തേക്ക് നോക്കി. ഹല്ലേലൂയ. അബ്രഹാം തലപൊക്കി പിൻപുറത്തേക്ക് നോക്കുമ്പോൾ ആ മോറിയ ദേശത്തെ മലയുടെ മുകളില് ഹല്ലേലൂയ കൊമ്പുകൾ വള്ളിക്കെട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ അവിടെ കാണുന്നു. അങ്ങനെ കണ്ട ആട്ടിൻകുട്ടിയെ അബ്രഹാം പോയി എടുത്തുകൊണ്ടുവന്ന് തന്റെ മകനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിവെച്ചിട്ട്, തന്റെ മകനെ അവിടെ നിന്ന് നീക്കിയിട്ട് ആട്ടിൻകുട്ടിയെ എടുത്ത് അവിടെ ഹല്ലേലൂയ യാഗം അർപ്പിക്കുകയായിരുന്നു. യാഗം അർപ്പിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. വ്യവസ്ഥ എന്ന് പറഞ്ഞാല് ഹല്ലേലൂയ, ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പറയുന്നു, യാഗം അർപ്പിക്കണമെങ്കിൽ ഊനമില്ലാത്ത ആടായിരിക്കണം. അത് എങ്ങനെയൊക്കെയുള്ള ആടാണെന്ന് പറഞ്ഞാല്, അത് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ, കുരുട് ആയിക്കൂടാ, ചതവ്, മുറിവ്, ഒടിവ്, ചൊറി, പുഴുക്കടി, ഇങ്ങനെയുള്ള ഒന്നിനെ യാഗമർപ്പിപ്പാൻ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. യാഗമർപ്പിക്കണമെങ്കിൽ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ തന്നെ വേണം. ഹല്ലേലൂയ. യാഗമർപ്പിപ്പാൻ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ ആകുമ്പോൾ അതിന് കുരുടുള്ളത് വേണ്ട, ചതവുള്ളതാവരുത്, മുറിവുള്ളതാവരുത്, മുഴയുള്ളതാവരുത്, ചൊറിയുള്ളതാവരുത്, പുഴുക്കടി ഉള്ളതാകരുത്. ഈ വിധമാകുന്ന ഒന്നും തന്നെ ആട്ടിൻകുട്ടിക്ക് കാണാൻ പാടില്ല. അത് ഊനമില്ലാത്തതും കൊഴുപ്പുള്ളതും തടിച്ചതുമാകുന്ന ആട്ടിൻകുട്ടിയാണ് യാഗമർപ്പിപ്പാൻ, യഹോവയായ ദൈവത്തിന് യാഗമർപ്പിപ്പാൻ ആവശ്യം. ദൈവജനമേ, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവമക്കള് ഹല്ലേലൂയ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ വായിൽ നിന്ന് വരുന്ന ആ സ്തുതിക്കും സ്തോത്രത്തിനും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പവർ ഉണ്ടായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഹല്ലേലൂയ ആരാധനയായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നിന്റെ സൗരഭ്യവാസനയായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ യാഗത്തിൽ പ്രസാദം തോന്നുകയുള്ളൂ, ദൈവം നമ്മെ അനുഗ്രഹിക്കത്തുള്ളൂ എന്നാണ് വേദം പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആരാധനയുടെ വിശുദ്ധിയോട്, ആരാധനയുടെ മഹത്വത്തോടെ, ആരാധിക്കേണ്ടവനെ ആരാധിപ്പാൻ കടന്നു പോകുമ്പോൾ അതിൻ്റെതായ പ്രാഗൽഭ്യത്തോടെ കടന്നു എന്ന് ആരാധിക്കുവാനാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. അങ്ങനെ ആട്ടിൻകുട്ടിയെ ഒരുക്കി വെച്ചു. അബ്രഹാം എടുത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് യാഗമർപ്പിച്ചു. അബ്രഹാം ആട്ടിൻകുട്ടിയെ എടുത്ത് യാഗമർപ്പിച്ചു, തന്റെ മകനെ അവിടുന്ന് മാറ്റി. ദൈവജനമേ, ഒന്ന് ഓർത്തുകൊള്ളുക,
ദൈവജനമേ, ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, ഒന്ന് ഈ രാത്രി നമുക്ക് ഓർക്കുവാനുള്ളത്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന് വേണ്ടി മോറിയ ദേശത്ത്, മോറിയ മലയുടെ മുകളില് ആ 3 വർഷം ആട്ടുകുട്ടി, 3 വർഷത്തിന് മുമ്പുള്ള ഒരു ആട്ടുകുട്ടിയാണ് ദൈവം അവിടെ കരുതി വെച്ചിരിക്കുന്നത്. അത് ഊനമില്ലാത്ത ഒരു ആട്ടുകുട്ടിയാണ്. അത് ചൊളുക്കമൊന്നും ഇല്ലാത്ത ഒരു ആട്ടുകുട്ടിയെ ദൈവം അബ്രഹാമിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ഒരുക്കി വെച്ചിട്ട് ആണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ നീ എനിക്ക് വേണ്ടി കൊണ്ട് യാഗമർപ്പിപ്പാൻ കൽപ്പിച്ചത് എങ്കിൽ, ദൈവമക്കളെ നാം എന്തിനു ഭാരപ്പെടണം? ദൈവ കുഞ്ഞുങ്ങളെ നാം എന്തിനു വിഷമിക്കണം? നമുക്ക് വേണ്ടി സകലതും കരുതി വെച്ചിട്ടാണ് ദൈവം നിന്നെയും എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചുവെങ്കിൽ, അവൻ നമുക്ക് വേണ്ടിയുള്ള കാര്യാദികളെ ക്രമീകരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ഓരോ ദിവസവും ഭാരപ്പെടുകയാണ്. എൻ്റെ PR-ന്റെ വിഷയം എങ്ങനെയാണ്? എൻ്റെ മോർഗേജിന്റെ വിഷയം എങ്ങനെയാണ്? എൻ്റെ വാഹനത്തിന്റെ വിഷയം എങ്ങനെയാണ്? എൻ്റെ ശരീരാസ്വസ്ഥയുടെ വിഷയം എങ്ങനെയാണ്? നാം ഭാരപ്പെടുകയാണ്. ഹല്ലേലൂയ. നിന്നെ ഇവിടെ എത്തിക്കുന്നതിന് മുമ്പ്, നാം ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി സകലതും നിർവഹിച്ചിരിക്കുകയാണ്. അവന്റെ തങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവമല്ലേ? അവൻ നമ്മെ, ഹല്ലേലൂയ, അവന്റെ ചങ്കിലെ ചോരയല്ലേ നമ്മള്? അവൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ നമ്മെ? അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല. ഈ ദിവസങ്ങളിൽ നാം ഒന്നുകൊണ്ട് ഭാരപ്പെടാതെ നിന്റെ വിഷയങ്ങളുമായി നീ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്ത് ചെല്ലുന്നുവെങ്കിൽ, അബ്രഹാമിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഈ രാത്രി പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം കരുതിയിട്ടാണ് നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ദൈവം അറിയാതെയല്ല നീ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളെയും ദൈവം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഈ തരുണത്തിൽ നാം ഓർക്കുക. അതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ദൈവം അബ്രഹാമിന് വേണ്ടി ഒരുക്കി വെച്ച ഈ വിധത്തിലാണെങ്കിൽ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവന്റെ ചങ്കിലെ ചോര തന്ന് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്ത ദൈവം നമുക്ക് വേണ്ടി എത്ര അധികമായി ചെയ്യും. ഹല്ലേലൂയ. കാരണം നമ്മളെ അവൻ, ഹല്ലേലൂയ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27 അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ മെനഞ്ഞെടുത്തവനാണ്. നാം ചുമ്മാതെ കടന്നു വന്നവരല്ല. ദൈവത്തിന്റെ സായലിലാണ് നമ്മളെ സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിൽ, നാമെ സൃഷ്ടിച്ചിരിക്കുന്നവൻ നമ്മുടെ വിഷയങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു കുഞ്ഞുങ്ങൾ പോലും, ഒരു ദൈവ പൈതൽ പോലും കലങ്ങിപ്പോകരുത്, ചഞ്ചലപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക, പൂർണ്ണാത്മാവോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, നിശ്ചയം. ഹല്ലേലൂയ. അതിലെ ഹല്ലേലൂയ ദൈവമക്കളെ, എനിക്ക് പാട്ട് പാടാനൊന്നും ശരിക്കും അറിയത്തില്ല, എങ്കിലും ഒരു 2 വരി പാട്ട് പാടണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. ദൈവമക്കൾ എന്നോട് ചേർന്ന് അങ്ങനെ ഒരു പാട്ട് പാടുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അവരവരുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് ഹല്ലേലൂയ ഒന്ന് 2 വരി പാട്ടൊന്ന് പാടാമെങ്കിൽ വളരെ സന്തോഷവും സമാധാനമായി തീരാൻ ദൈവം ഇടവരുത്തട്ടെ. പാടാൻ പോവുകയാണ്. ദൈവമക്കൾക്ക് അറിയാവുന്നവരെല്ലാം ചേർന്ന് പാടിയാൽ ഏറ്റവും നന്നായിരിക്കും. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, അങ്ങുന്നിരുന്നേ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, അങ്ങുന്നിരുന്നേ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ,
കണ്ണുനീരിന്റെ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മെ കൈവിടത്തില്ല. നമ്മൾ കലങ്ങിപ്പോകരുത്. മനുഷ്യരായതുകൊണ്ട് നമുക്ക് കലക്കം വരാം. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ദൈവം വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കുക, നമ്മളെ പേർ ചൊല്ലി വിളിച്ചവൻ അബ്രഹാമിനെ കൽദയരുടെ പ്രദേശത്ത് നിന്നും കൽദയരുടെ ഊരിൽ നിന്നും അവനെ വിളിച്ചു വേർതിരിച്ചു എങ്കിൽ അവന് വേണ്ടി അവൻ ഹാലലിയ മോറിയ മലയുടെ മുകളില് തന്റെ മകന് വേണ്ടി ഒരുക്കി വെച്ചതുപോലെ ഈ രാത്രി ഈ വചനം കേൾക്കുന്ന എന്റെ ദൈവ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വാസ്തവമായി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിക്കുക, അവൻ നിന്റെ ഏത് വിഷയത്തിനും പരിഹാരം തരുവാൻ, ഏത് വിഷയത്തിന്മേലും പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഓർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15:22. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ കടന്ന് കഷ്ടപ്പെട്ട് നീർച്ചൊരി കൊണ്ടപ്പോൾ അവരുടെ നിലവിളിയും പ്രാർത്ഥനയും ദൈവം കേട്ടും കണ്ടും മോശയെ മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ പുറപ്പെടുവിക്കുന്നതിന് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് 2-3 വാക്കിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സമയത്തിന്റെ പരിധിയെ ഭയക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, മോശ പോയി തന്റെ ജനത്തെ വിടിവിക്കുന്നു. അങ്ങനെ മോശ തന്റെ ജനത്തെ വിടിവിച്ച് ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ ചെങ്കടലിലും പിൻപിൽ ഫറവോനും സൈന്യത്തെയും കണ്ട് ജനം ഭാരപ്പെട്ടു, ജനം നിലവിളിച്ചു. അങ്ങനെ നിലവിളിച്ച ജനത്തിന്റെ നടുവില് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടലിനെ പിളരേണ്ടി വന്നു. ചെങ്കടലിനെ പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടെ തന്റെ ജനത്തെ ദൈവം നടത്തി. ഹല്ലേലൂയ. അവരക്കരെ പ്രവേശിക്കുന്ന നേരമെടുത്തപ്പോൾ ഫറവോനും സൈന്യവും ചെങ്കടലിന്റെ മധ്യത്തിലായി. അവരക്കരെ കയറി ചെങ്കടൽ ഹല്ലേലൂയ അത് ഒരുമനപ്പെട്ടു, അത് ഒന്നിച്ചു. അവർ വെള്ളത്തിൽ ഈയക്കട്ട താഴുന്ന പോലെ താണു എന്നാണ് വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ പറയുന്നത്. അവർ ഈയക്കട്ട താഴുന്ന പോലെ വെള്ളത്തിൽ തന്റെ ജനം താണു. അവർ മൊത്തവും മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ അവർ ഹല്ലേലൂയ അങ്ങനെ അത്ഭുതവും അതിശയം കണ്ട് അവരെ വഴി നടത്തി. അപ്പോൾ അഹ്റോന്റെ സഹോദരി മിര്യാം കയ്യിൽ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവരെയും ചെങ്കടലിൽ തള്ളിയിട്ടു. കുതിരമേൽ ഇരുന്നവനെയും ചെങ്കടലിൽ താഴ്ത്തി. ഹല്ലേലൂയ. തന്റെ ജനത്തെ ദൈവം അക്കരെ കടത്തി. അങ്ങനെ അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിലെത്തി. ഹല്ലേലൂയ. ഈ ജനം ശൂർ മരുഭൂമിയിലെത്തി. ഹല്ലേലൂയ. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ജനത്തിന് കുടിക്കാൻ വെള്ളമില്ല. ജനം അതിശയം കണ്ട് കയറി വന്ന ജനമാണ്. ഇവിടെ വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഹല്ലേലൂയ. ആ മരുഭൂമിയില് വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്ന മരുഭൂമി പ്രയാണം ചെയ്ത് വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയേറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിയാതെ വന്നു. അങ്ങനെ അവർ മാറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കാൻ കൊള്ളാത്ത, മനുഷ്യന് രുചിക്കാൻ കഴിയാത്ത, കുടിച്ചെടുക്കാൻ സാധിക്കാത്ത വെള്ളമായി മാറി. അത് കയ്പായി മാറി.
ഹല്ലേലൂയ. ആ കയ്പായി മാറിയപ്പോൾ ജനം പിറുപിറുത്തു. അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ടുവന്ന ജനമാണ് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തിയത്. അതിന്റെ നടുവില് ഇവരെ കരയ്ക്ക് കയറ്റിയ ദൈവമാണ്. അവർ ഇതൊക്കെയും കണ്ടിട്ടും അതിശയപ്പെട്ടിട്ടും ഫറവോനെ ഇതെല്ലാം കണ്ടിട്ടും ഇസ്രായേൽ ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ഹല്ലേലൂയ. മനുഷ്യരാണ് പിറുപിറുക്കും. നമുക്ക് എല്ലാം സമയങ്ങളിൽ കിട്ടുമ്പോൾ നമ്മൾ ഹായ് പറയും. അല്ലാത്ത സമയത്ത് മനുഷ്യരായ നമുക്ക് പിറുപിറുപ്പുണ്ടാവും. ഈ പറയുന്ന മനുഷ്യ സ്വഭാവത്തിലുള്ളതാണ്, ആരുടെയും കുറവല്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അവർ പിറുപിറുത്തു. മോശയ്ക്ക് നേരെ ജനം പിറുപിറുത്തു. മോശയ്ക്ക് നേരെ ജനം പിറുപിറുത്തപ്പോൾ മോശ ദൈവസന്നിധി വീണു, ദൈവത്തോട് പറഞ്ഞു. ദൈവത്തോട് മോശ പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആ അരുവിയുടെ തീരത്ത്, ആ തടാകത്തിന്റെ തീരത്ത് അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആ അരുവിയുടെ തീരത്ത് ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഒരു വൃക്ഷമാണ് കൊടുത്തത്. ഒരു കുറ്റിച്ചെടി അല്ല അവിടെ കാണിച്ചു കൊടുത്തത്. 2 or 3 ഇലയുള്ളൊരു കമ്പല്ല കാണിച്ചു കൊടുത്തത്. ഒരു വലിയ വൃക്ഷം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഈ രാത്രിയില് നാം ഓർക്കുക, നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, നിന്നെ വിളിച്ചു പുറത്തിറക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി സകലതും കരുതി വെച്ചിട്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. മോശയും തന്റെ ജനത്തെയും ഹല്ലേലൂയ ശൂർ മരുഭൂമിയിൽ ഇന്നിന്ന അവസ്ഥകൾ വരുമെന്ന് എന്റെ ദൈവം മുന്നവേ കണ്ടിട്ട് ഹല്ലേലൂയ ആ നീറുറവയുടെ അരികില് ഒരു വൃക്ഷമാണ് വെച്ചിരിക്കുന്നത്. ആ വൃക്ഷത്തിന്റെ കമ്പുകൾ വെട്ടി, കൊമ്പ് വെട്ടി വെള്ളത്തിലിടുമ്പോൾ വെള്ളം മധുരമായി തീരും. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ. നമുക്കിത് രാത്രി ഓർക്കാം, നമുക്ക് ഈ രാത്രി ചിന്തിക്കാം. ദൈവം മോശയോട് പറഞ്ഞത്, ആ കമ്പ് വെട്ടി വെള്ളത്തിലിടുമ്പോൾ വെള്ളത്തിന് മധുരമായി തീരും. മധുരമായുള്ള വെള്ളം നിങ്ങൾ ഭക്ഷിക്കുക. നിങ്ങളുടെ പിറുപിറുപ്പൊക്കെ മാറ്റ്. നിങ്ങളുടെ ആ മാനുഷികമാവുന്ന സ്വഭാവത്തെ മാറ്റ്. നിങ്ങൾ ഇനി മധുരമുള്ള വെള്ളം കുടിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമൈതലേ, നിന്നെയും എന്നെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന് വേണ്ടി കരുതിയതുപോലെ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ ഹല്ലേലൂയ മധുരമുള്ള ജലത്തെ പുറപ്പെടുവിച്ചതുപോലെ, മധുരമുള്ള ജലത്തെ ഉണ്ടാക്കിയതുപോലെ, മധുരമുള്ള ഒരു വലിയ വൃക്ഷത്തെ അവിടെ അതിന്റെ അരികിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നടന്നു വരും. വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ഈ ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവം മുന്നവേ കണ്ടിരിക്കുകയാണ്. തന്റെ ജനം പിറുപിറുക്കുമെന്നും തന്റെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ഹല്ലേലൂയ അവൻ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, യുഗാന്തരങ്ങൾക്ക് മുമ്പേ അവിടെ ആ വൃക്ഷത്തെ തട്ടുവെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് എന്റെ ദൈവ കുഞ്ഞുങ്ങളെ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളും ഒന്ന് ഓർത്തുകൊള്ളുക. നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് നിന്റെ ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു, നീ ഏത് വിഷയത്തെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിനക്ക് മുന്നോട്ടുള്ള വഴിയില്ല എന്ന്, നിന്റെ വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു എന്ന് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഈ രാത്രി സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ആ പാതി ഒരുക്കുവാൻ അവൻ മതിയായവനാണ്. പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.